അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സയ്യിദ് അലവി ചെർപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബികൾ, ഇന്ന് നിൽക്കുന്നത് എവിടെയെന്ന് പറയും? കൈനിച്ചുങ്കം. എവിടെ? കൈനിച്ചുങ്കം. കൈനിച്ചുങ്കം എവിടെ വെച്ചാൽ കാവശ്ശേരി പഞ്ചായത്തിലാണ്. കാവശ്ശേരി പഞ്ചായത്ത് എവിടെ വെച്ചാൽ പാലക്കാട് ജില്ലയിൽ ആലത്തൂരിന്റെ അടുത്താണ്. അപ്പൊ ആലത്തൂർ ഹൈവേതൊക്കെ നമുക്ക് അടുത്ത സ്ഥലമാണ്. അതേപോലെ തന്നെ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട്. ബസ് റൂട്ട് തൊട്ടുണ്ട്, എല്ലാ സൗകര്യമുള്ള എന്റെ പുറകിൽ കാണുന്ന വീട് 7 സെന്റ് സ്ഥലത്ത്, അതുപോലെ തന്നെ മേലേക്ക് റൂഫൊക്കെ ഇട്ടിട്ട് അടിപൊളി പണിയെടുത്തിട്ടുണ്ട്. വെറും ചോദിക്കണ വില, ഇവിടെ സ്ഥലത്തിന്റെ വില നിങ്ങൾ അന്വേഷിച്ചാൽ മതി, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് ചോദിക്കണ വില 29 പക്ഷെ 29 നമ്മൾ കൊടുക്കണ്ട, നെഗോഷ്യബിൾ ആണ് കേട്ടോ. ഇത് ആദ്യം തന്നെ പറയണത്, നല്ല ഏരിയയിലെ വീടുള്ളത്. ഇവിടെ സ്ഥലത്തിന് തന്നെ നല്ല വില ഉണ്ട്. പക്ഷെ 2 റുപ്യ 2.5 റുപ്യ വില ഉണ്ട്. 2 റുപ്യ എന്തായാലും വില ഉണ്ട് സ്ഥലത്തിന്. അപ്പൊ 7 സെന്റ് സ്ഥലം, അതേമാതിരി വീട് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മേലെ റൂഫുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടതിന് ശേഷം ഇത് കേൾക്കാം. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ, കൈനിച്ചുങ്കത്ത് വരുന്ന റോഡാണ് ഇത്. നിറയെ വീടുകളുള്ള ഏരിയ കേട്ടോ. 1ഉം 2ഉം വീടല്ല, ഒട്ടനവധി വീടുകളാണ്, നിരനിരയായിട്ടുള്ള വീടുകൾ. അപ്പൊ നമ്മുടെ വീട് ഈ മഞ്ഞ പെയിന്റ് അടിച്ചതാ. മഞ്ഞയല്ല, പച്ചയല്ലാത്ത, ഒരു കിളിപ്പച്ചി അല്ലാത്ത ഒരു പെയിന്റ് ആണ് കേട്ടോ, ലൈറ്റ് മഞ്ഞ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മതില് ഗേറ്റ്, ഇതിന്റെ ഈ ഭാഗം കാണിച്ചു തരാം. ഈ ഭാഗം റോഡാണ് ആണോ. ചുറ്റും മതിലുണ്ട് കേട്ടോ. ഈ സൈഡൊക്കെ ഒന്ന് വന്നു നോക്കി, അപ്പോഴേ അറിയുള്ളൂ ആണല്ലോ. അത്യാവശ്യം തെങ്ങുണ്ട്, ഒരു വീട്ടിലേക്കൊക്കെ ഉള്ള തെങ്ങ് ഇതിലുണ്ട്. കൈനിച്ചുങ്കത്താണ്. ബാക്കിലേക്ക് മതില്, ബാക്ക് കാണിച്ചു നോക്ക്, ബാക്കിലും മതില് ഉണ്ടോ. കോമ്പൗണ്ട് വളരെ കറ്റാ. പറഞ്ഞ നമ്മ കോയമ്പത്തൂർ പൊള്ളാച്ചിയിൽ ഇരുന്ന് അണ്ണങ്കരയാറ് പിന്നാടി കാണിച്ചു കൊടുക്കേ. நல்ல வீடு, தேங்காய் மரம் இருக்கு, வீடு நல்ல வீடு பாருங்க. 29 லட்சத்துக்கு கீழே, 28க்கும் கிடைக்கலாம், 27க்கும் கிடைக்கலாம், எவ்வளவு சொல்ல முடியாது. 29 சொல்லிட்டு இருக்கு இவரு. അപ്പൊ ഇങ്ങനെ കണ്ടില്ലേ, പുറം കണ്ടില്ലേ. ഇനി നമുക്ക് ഉള്ളിൽ കിടക്കാം. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതുണ്ടോ, ഇതിങ്ങനെ കണ്ടാൽ നല്ല അടിപൊളി ഗേറ്റ്, വാഹനത്തിന് കിടക്കാനുള്ളത്. ഇതിലിപ്പോ 7 സെന്റ് 8 സെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 7 സെന്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ 8 ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടി നോക്കട്ടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംശയം 7 കൂടുതലുണ്ട്. പിന്നെ ഇവിടെ നല്ല കായ്ഫലമുള്ള തെങ്ങ്, മാവ്, മാങ്ങയെ കാണിച്ചു കൊടുത്താൽ അതോ നല്ല കോമ്പൗണ്ട്, വീടിന്റെ കോമ്പൗണ്ട് അങ്ങനെ തിരിച്ചിട്ടുണ്ട് അല്ലേ. നല്ല പച്ചപ്പുള്ള കേട്ടോ. ഈ മാങ്ങയെ കണ്ടാ നിൽക്കണ്, ഈ കോമ്പിലേക്കൊന്ന് നോക്കിയേക്കത് മാങ്ങ കേട്ടാ. மாங்காய் பாருங்க, இடத்த பாருங்க, வீடை பாருங்க. அங்க தேங்காய் மரம் இருக்கு, 1 2 3 தேங்காய் மரம் இங்க இருக்கு. മാവ് ഇருக்கு, മാവ്. ഇവിടെ ഒരു മാവ്, ഇവിടെ അലക്കുന്ന കല്ല്. പ്രിയപ്പെട്ട എന്റെ ഹബീബികൾ കാണണം കണ്ടോ. നല്ല അതിഗംഭീരമായ വീട്, നല്ല ഭംഗിയുള്ള വീട്, നല്ല പ്രൗഢിയുള്ള വീട്. 29 ലക്ഷം പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് മേടിക്കാം. കേട്ടോ. ഇങ്ങനെ ബാക്കിലേക്ക് എൻട്രൻസ് ഉണ്ട് കേട്ടോ. ബാക്കിലേക്ക് ഇങ്ങനെ വന്നാൽ ഇതോ ബാക്കിൽ വീടുകൾ കാണുന്ന ഹബീബിങ്ങളെ. അപ്പൊ ചുറ്റും മതില്, നല്ല സ്ലാബ് മതില്. കാരണം ബാക്കിലൊക്കെ ആണെങ്കിൽ നല്ല പുറം വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതായതുകൊണ്ടേ കണ്ടോ. മുകളില് റൂഫ് ഇട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാതെ. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ, മിറ്റം കണ്ടില്ലേ, നല്ല കട്ടൊക്കെ വിരിച്ചിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു തെങ്ങുണ്ട്, അങ്ങോട്ട് പറയാൻ മറന്നാണ്. ഈ ഭാഗത്ത് തെങ്ങുണ്ട് കണ്ടില്ലേ. വെള്ള സൗകര്യം, ഇവിടെ പൈപ്പ് ലൈന് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, മോട്ടർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നോക്കി വെക്കാം. പൈപ്പ് ലൈൻ ഉണ്ട് എന്തായാലും. ഇവിടെ നല്ല അടിപൊളി ടൈൽസ് ഒക്കെ ഇട്ടിട്ട്, നല്ല ഡോറ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, നല്ല അലങ്കാര ഭംഗിയോട് കൂടിയിട്ടുള്ള നല്ല പ്രൗഢിയുള്ള വീട് കേട്ടോ. ഇതിന്റെ വിലയൊക്കെ ആദ്യം പറഞ്ഞത് വളരെ വലിയ വിലയായിരുന്നു. പക്ഷെ നമുക്ക് അത്ര വില ഇടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് 29 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നെഗോഷ്യബിൾ എന്നൊരു വാക്ക് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കേട്ടോ, നല്ല വലിയൊരു ഹാള്, നല്ലൊരു സോക്കേഴ്സ് കൂടെ ഉണ്ട്. നല്ല വലിയൊരു ഹാളാണ് കണ്ടോ. നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ഹാള്, ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. ബാറ്റ് കളിക്കാൻ 2 കുട്ടികൾ അപ്പുറത്തുന്ന ബാറ്റ് കളിക്കാൻ അതിനുള്ള സൗകര്യമുണ്ട്. മേലെ നിങ്ങൾ നോക്കണം, നല്ല ഭംഗിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് 2 ബെഡ്റൂമുകൾ ഉണ്ട്. കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പുറത്ത് ആർച്ച് കണ്ടോ, ഇതാണ് ആർച്ച്. ഈ ആർച്ചിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ കോമൺ ബാത്റൂം ആദ്യമായിട്ട് കാണാം കേട്ടോ. ആദ്യമായിട്ട് ബാത്റൂം കാണാം. യൂറോപ്യൻ ക്ലോസറ്റ് ഇട്ടിട്ട് അതിൽ അവിടെ നിന്നുകൊണ്ട് ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ റൂമാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇടത്തോട്ട് തിരിയാം. ഇടത്തോട്ട് തിരിഞ്ഞ വലിയ ബെഡ്റൂമാണ് കേട്ടോ. അലാക്കിന്റെ വലുപ്പമുണ്ട് ഈ ബെഡ്റൂം. അപ്പൊ ഇനി ആ കണ്ടവർക്ക് ആ കോമൺ ഉള്ളത് എന്ത് ചെയ്യാം, ഈ ജനൽ ഇവിടെ തുറന്നാൽ അത്
അറ്റാച്ച് ബാത്റൂം ആക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. കാരണം വലിയൊരു ബെഡ്റൂമാണ്, നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഉണ്ട്, അത് അത്ര തന്നെ വലിപ്പമല്ല, എന്നാലും അത്യാവശ്യം ഒരു കട്ടില് അലമാര ഒക്കെ സൗകര്യം ഉണ്ട് കണ്ടോ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കണ്ടോ. ഇത് നല്ല സൗകര്യമുണ്ട്, മേലെ റാക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട്, നല്ല വൃത്തിയുണ്ട് വീട്. അപ്പൊ 2 ബെഡ്റൂം കാണൽ കഴിഞ്ഞു. ഇനിയുണ്ട് ബെഡ്റൂം, ഇനിയും ബെഡ്റൂം ഉണ്ട്, 3 ബെഡ്റൂം ഉണ്ട്. കാരണം ഇത് 1000 സ്ക്വയർ ഫീറ്റ് മുകളിലുണ്ടെന്നാ പറഞ്ഞത്. നമ്മളിപ്പോ ഒരു 1000 കണക്കാക്കാം. ഇതാ ഇവിടെ ഒരു ബെഡ്റൂം, ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു ബെഡ്റൂം, ഈ റൂമും മറ്റേ റൂമും ഒരേ വലിപ്പമാണ്, ഒരു റൂം മാത്രമാണ് കുറച്ച് വലിപ്പമുള്ളതുള്ളത് കേട്ടോ. 2 ബെഡ്റൂം ഒരേ സൈസും, ഒരു ബെഡ്റൂം വലിയൊരു ബെഡ്റൂമാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചണ് കാണിക്കുക, അതാ ഇതാണ് കിച്ചൺ. ഈ കിച്ചന്റെ ഇപ്പുറത്തെ സ്റ്റോർ റൂം ഉണ്ട്. സ്റ്റോർ റൂം കാണിച്ചു കൊടുക്ക്. നല്ല അടിപൊളി സ്റ്റോർ റൂമാണ്. അതാ ഇവിടെ ടൈൽസ് തന്നെ ഇട്ടിട്ടുണ്ട്, ടൈൽസ് കാണിച്ചു കൊടുക്കുക അടിയിൽ. ടൈൽസ് അല്ല, ടൈൽസ് ഒന്നും വിട്ടുള്ള ഗ്രാനൈറ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെ സ്റ്റോർ റൂം ഉണ്ട്. അങ്ങനെ അടുക്കള എന്തോ, അടുക്കള കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു വർക്ക് ഏരിയ, അതും ഇവിടെ ചെറുതായിട്ടൊരു വർക്ക് ഏരിയ ഉണ്ട്. ഈ വർക്ക് ഏരിയയും കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഡോർ വെച്ചിട്ട് പുറത്തേക്ക് കിടക്കുക കേട്ടോ. പുറത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഇതിന് പൈപ്പ് ലൈനാണ് വെള്ളം. ആ പൈപ്പ് ലൈൻ വെള്ളം കാണിച്ചു കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇനി നമുക്ക് മുകളിൽ ഭാഗത്തേക്ക് ഒന്ന് കയറാം. കാരണം എന്താ അറിയോ, ഇവിടെ വേറെ പ്രത്യേകത ഉണ്ട്, അതിനാണ് ഇത് കാണിച്ചു തരുന്നത്. ഇതുവരെ ഇവിടെ നല്ലൊരു സംഖ്യക്കുള്ള വർക്ക് ഈ വീടുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കാണാം. ഇതുപോലെ ഒരു വീട് നമ്മള് കോങ്ങാട് കേരളശ്ശേരിയിൽ കാണിച്ചിരുന്നു, മുകളിൽ റൂഫൊക്കെ ഇട്ടിട്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളെ, മേലക്കന് വന്നു കഴിഞ്ഞാല് നമ്മൾ ആ കേരളശ്ശേരിയിലെ വീട് ഇതേമാതിരി വീട് ഇട്ടിരുന്നു, മേലെ റൂഫൊക്കെ ചെയ്തിട്ട്. അതേപോലെ തന്നെയാണ് ഇതും. പക്ഷെ അത്ര ഉണ്ട് സ്ട്രോങ്ങിലല്ല ഇത് ചെയ്തിരുന്നു മാത്രം. എങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ് ഉണ്ട്. ആ വീട് നമ്മുടെ കച്ചവടം കഴിഞ്ഞിട്ടാ. അതേപോലെ വീട് കേരളശ്ശേരി കോങ്ങാട് ഇട്ടതേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങള്, അതൊക്കെ വില ഒന്ന് തന്നെ. അതും 29ആണ്, ഇത് 29ആണ്. അതാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ഓർമ്മ വന്നത്. അതിൽ ഓപ്പൺ കിണറുണ്ട്, ഇതിൽ ഓപ്പൺ കിണറില്ല, അത്ര വ്യത്യാസമേ ഉള്ളൂ. ബാക്കി സൗകര്യം കൊണ്ടൊക്കെ റോഡ് സൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത് നിങ്ങൾ കണ്ടു, കയനി ചുങ്കം കേട്ടോ. ഇവിടെ കയനി ചുങ്കം എന്ന് പറയും. കയനി ചുങ്കം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പഞ്ചായത്തിന്റെ പേര് കാവശ്ശേരി പഞ്ചായത്ത്. കാവശ്ശേരി പഞ്ചായത്തിൽ എവിടെ എന്താന്ന് ചോദിക്കരുതിട്ടില്ലേ. അതൊക്കെ നിങ്ങൾ വരുമ്പോൾ കാണിച്ചു തരും. കാരണം എന്താ, നമുക്ക് വയ്യ അത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പോവുക, നമ്മളൊന്നുമല്ലാതെ ചിത്രത്തിലില്ലാതെ. അതേപോലെ തന്നെ ആലത്തൂരടുത്ത്, പാലക്കാട് ജില്ലയിൽ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികളോട് പറയാനുള്ളത്, നമ്മുടെ ഈ വീടും ഈ കാണുന്ന കുഴിക്കൂർ ചമയങ്ങളിൽ അത്യാവശ്യം തെങ്ങുകൾ, ഒരു 4-5 തെങ്ങുണ്ട്, നല്ല മാവുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. തൊട്ട് വീടുകൾ കണ്ടേ, 4 പുറത്തിന്റെ വീടുകൾ കണ്ടേ. അപ്പൊ ഇത്രയും സൗകര്യമായ ഒരു സ്ഥലത്ത്, ഇവിടെ സ്ഥലത്തിന് തന്നെ നല്ല വില ഉണ്ട്. 2 റുപ്യ വില ഉണ്ട് നമ്മൾ അന്വേഷിച്ചപ്പോ ഒരു സെന്റ് സ്ഥലത്തിന്. അപ്പൊ ഒരു 7 സെന്റ് 8 സെന്റ് സ്ഥലം ഉണ്ട്. അത് നമുക്ക് റെക്കോർഡ് നോക്കിയിട്ട് എത്ര തീരുമാനിക്കാം. എങ്കിലും ഇതിന് വില പറഞ്ഞ 29. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 29 എന്നുള്ളത് നെഗോഷ്യബിൾ ആക്കി തരാം, അതിന് സംശയമില്ല. അത് നമുക്ക് ചിലപ്പോൾ 28 27 ആവാൻ സാധ്യതയുണ്ട്. എത്ര പേരെന്നല്ല ഇരുന്ന് സംസാരിക്കണം. അപ്പൊ ഇതിന്റെ ഓണറുമായിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള വേദി നമ്മൾ ഉണ്ടാക്കി തരും. അപ്പോ கோயம்புத்தூருக்கு பக்கம், பொள்ளாச்சிக்கு பக்கம், வந்தெடுக்கலாம், ஆலத்தூருக்கு பக்கம். இப்போ யாருக்காவது தேவைன்னா 29 லட்சத்துக்கு ஏதாவது நெகோஷியபிள் பண்ணிக்கிறேன். 28க்கு முடிக்கலாம், 27க்கு முடிக்கலாம், சொல்ல முடியாது. ஓனர் கிட்ட இருந்து பேசும்போது நமக்கு எவ்வளவு கம்மி வரும்னு சொல்ல முடியாது. அப்ப എന്റെ ഹബീബിങ്ങൾ, ചാനൽ കാണുന്ന ഹബീബിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യണം எல்லாருமே. எங்க தமிழ்நாடு குரூப் ஏதாவது இருந்தான்னா நல்லா ஃபார்வேர்ட் பண்ணுங்க. தமிழ்நாட்டில் எந்த இடத்துல இருந்தாலும் ஃபாർവേഡ് பண்ணுங்க. കോയമ്പത്തൂർ പൊള്ളാച്ചിയുടെ പക്കം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ചാനൽ ഒന്ന് ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും. കുല്ലുക്കും മഅസ്സലാമ.